Good morning, dear students. Welcome back to our online class. In this class, we are going to discuss the poem Stammer by K. Sachidanandan. It is a beautiful poem written by the famous poet K. Sachidanandan. Through this poem, K. Sachidanandan considers stammer in another perspective. Stammer. What do you mean by stammer? വിക്കിനാണ് നമ്മൾ സ്റ്റാമർ എന്ന് പറയുക. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയാറ്? വിക്കുണ്ട് എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോയത്തിലൂടെ കെ സച്ചിദാനന്ദൻ എന്താ പറയുന്നത്? അദ്ദേഹം സ്റ്റാമറിനെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണുകയാണ്. അതായത് ഈ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനെയും നമുക്ക് രണ്ട് രീതിയിൽ കാണാം. അതിൻ്റെ പോസിറ്റീവ് സൈഡും കാണാം, അതിൻ്റെ നെഗറ്റീവ് സൈഡും കാണാം. ഈ പോയത്തിൻ്റെ ഫസ്റ്റ് നമുക്ക് ലെറ്റസ് ഡിസ്കസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്ത് കാണാം? ഒരു കൊട്ടേഷൻ കാണാം, അബ്രഹാം ലിങ്കൺ. ലിസൺ ടു ദാറ്റ്. We can complain because rose bushes have thorns or rejoice because thorn bushes have rose. എന്താണ് ഈ കൊട്ടേഷനിൽ പറയുന്നത്? വി ക്യാൻ കംപ്ലൈൻ ബിക്കോസ് റോസ് ബുഷസ് ഹാവ് തോൺസ്. അല്ലേ, ഒരു റോസ് ചെടിയും ഒരു റോസ് ഫ്ലവറും കാണുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഒന്നുകിൽ നമുക്ക് അതിൽ കംപ്ലൈൻറ്റ് ചെയ്യാം, അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം കാണാം. എന്നിട്ട് എന്ത് പറയാം? ഈ റോസ് ബുഷിൽ നിറയെ മുള്ളാണ് എന്ന് പറയാം. അതായത് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ്, ആ മുള്ളാണ് നമ്മൾ കാണുന്നത്. ഓ റിജോയ്സ്, അല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ എന്ത് പറയാം? ഈ മുൾച്ചെടിയിൽ ഒരു റോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഏതാ? റോസാണ്. ഇതുപോലെ തന്നെയാണ് ജീവിതവും എന്നാണ് പോയിട്ട് പറയുന്നത്. എല്ലാ കാര്യവും ഇങ്ങനെയാണ് അല്ലേ. നമുക്കതിൻ്റെ പോസിറ്റീവ് സൈഡ് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് സൈഡ് കാണാം. സോ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ കെ സച്ചിദാനന്ദൻ. ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഈസ് സ്റ്റാമർ. And listen to the profile of K. Sachidanandan. K. Sachidanandan, he was born in 1946 in Kerala. He is an Indian poet writing in Malayalam and English. അല്ലേ, കെ സച്ചിദാനന്ദൻ കേരളത്തിൽ ജനിച്ച ഒരു പോയിറ്റാണ്. അദ്ദേഹം മലയാളത്തിൽ എഴുതാറുണ്ട്, ഇംഗ്ലീഷിലും എഴുതാറുണ്ട്. ഹീ ഈസ് നോൺ ആസ് എ പയനിയർ ഓഫ് മോഡേൺ പോയിട്രി ഇൻ മലയാളം. മലയാളത്തിൽ മോഡേൺ പോയിട്രി കൊണ്ടുവന്ന ആളാണ് ആരെ? കെ സച്ചിദാനന്ദൻ. ഹീ ഈസ് ഓൾസോ എ ക്രിട്ടിക്. അല്ലേ, അദ്ദേഹം ഒരു മഹാപ്രതിഭയാണ്. അദ്ദേഹം ഏതൊക്കെ മേഖലയിലുണ്ട്? ക്രിട്ടിക്കാണ്, നിരൂപകനാണ്, കോളമിസ്റ്റാണ്, സ്ഥിരമായിട്ട് എഴുതാറുണ്ട്, ട്രാൻസ്ലേറ്ററാണ്, ആൻഡ് ഫോമർ സെക്രട്ടറി ഓഫ് കേന്ദ്ര സാഹിത്യ അക്കാദമി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറിയുമാണ്. ആസ് ആൻ ഇൻ്റലക്ച്വൽ അപ്ഹോൾഡിംഗ് സെക്യുലർ ഡെമോക്രാറ്റിക് വ്യൂസ്. അല്ലേ, കെ സച്ചിദാനന്ദൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഹി ഓൾവേസ് സ്റ്റാൻഡ്സ് ഫോർ സെക്യുലറിസം. അദ്ദേഹം എപ്പോഴും മതേതരത്വത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആളാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നതും. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റലക്ച്വലാണ്, ബുദ്ധിജീവിയാണ്. എപ്പോഴും എന്തിനു വേണ്ടി നിലനിൽക്കുന്നു? ഡെമോക്രാറ്റിക് വ്യൂസ്, അല്ലേ, ജനാധിപത്യ കാഴ്ചപ്പാടിന്. അതുപോലെ ഹി സപ്പോർട്ട്സ് കോസസ് ലൈക്ക് എൻവിയോൺമെൻറ്റ്. അല്ലേ, എൻവിയോൺമെൻറ്റിന് വേണ്ടി വാദിക്കാറുണ്ട്. ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശത്തിന് വേണ്ടി വാദിക്കാറുണ്ട്. ആൻഡ് ഫ്രീ സോഫ്റ്റ്വെയർ. അല്ലേ, ഫ്രീ സോഫ്റ്റ്വെയർ അതിനുവേണ്ടിയും വാദിക്കാറുണ്ട്. ഹിസ് ലെക്ചേഴ്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഓൺ ഇഷ്യൂസ് കൺസേണിങ് കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ആർ തോട്ട് പ്രൊവോക്കിംഗ്. അല്ലേ, കണ്ടംപററി മീൻസ് എന്താ? പ്രസൻറ്റ്. അല്ലേ, ഇന്നത്തെ കാലത്തെ ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ലെക്ചേഴ്സ്, പ്രസംഗങ്ങളൊക്കെ എന്താണ്? തോട്ട് പ്രൊവോക്കിംഗ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. ഹി വാസ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2011. മാത്രമല്ല 2011 നോബൽ പ്രൈസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വരെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയില്ല, നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, ബട്ട് ഷോർട്ട് ലിസ്റ്റിൽ വരെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. നൗ ലിസൺ ടു ദ പോയം സ്റ്റാമർ ബൈ സച്ചിദാനന്ദൻ. ലിസൺ ടു ഫസ്റ്റ് സ്റ്റാൻസ. സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. ദിസ് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് ദിസ് പോയം. സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. പോയിട്ട് ഫസ്റ്റ് തന്നെ എന്താ പറയുന്നത്? സ്റ്റാമർ ഒരു ഹാൻഡിക്യാപ്പ് അല്ല, അതൊരു വൈകല്യമല്ല. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. അതൊരു തരത്തിലുള്ള എന്താണ്? സംസാരമാണ്. അതായത് നമ്മളൊക്കെ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ സംസാരിക്കാറ്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 50 സ്റ്റുഡൻസിൻ്റെയും സംസാര രീതിയും അവരുപയോഗിക്കുന്ന ഭാഷയും അല്ലേ ഒക്കെ എന്താണ്? ഡിഫറെൻ്റ് ആണ്. സോ പോയിറ്റ് സെഡ് ദാറ്റ് സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. സ്റ്റാമർ എന്തല്ല? ഒരു ഹാൻഡിക്യാപ്പ് അല്ല, ഒരു വൈകല്യമല്ല, അതൊരു തരത്തിലുള്ള സംസാരം മാത്രമാണ്. ദെൻ ലിസൺ ടു സെക്കൻഡ് സ്റ്റാൻസ. സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. നെക്സ്റ്റ് പോയിട്ട് എന്താ പറയുന്നത്? സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. വാക്കിനും അതിൻ്റെ അർത്ഥത്തിനും ഇടയിലുള്ള സൈലൻസ് ആണ്, നിശബ്ദതയാണ് സ്റ്റാമർ. ജസ്റ്റ് ആസ്, എന്തുപോലെ, lameness is the silence that falls between the word and the deed. അല്ലേ, വാക്കിനും പ്രവർത്തിക്കും ഇടയിലുള്ള സൈലൻസ് ആണ് എന്ത്? മുടന്ത്, ലെയിംനെസ്.
അതുപോലെ വാക്കിനും അതിൻ്റെ അർത്ഥത്തിനും ഇടയിലുള്ള സൈലൻസ് ആണ് ഏത്? സ്റ്റാമർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു സിമിലിയാണ്, ഉപമയാണ്. പോയിട്ട് എന്ത് ചെയ്യാണ്? സ്റ്റാമറിനെ ലെയിംനെസ്സുമായിട്ട്, മുടന്തുമായിട്ട് കമ്പയർ ചെയ്യാണ്. മറ്റൊരു ഹാൻഡിക്യാപ്പാണ്, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഹാൻഡിക്യാപ്പാണ് ഇത് മുടന്ത്. അപ്പോൾ പോയിട്ട് പറയാണ് സ്റ്റാമറും എന്തുപോലെയാണ്? ലെയിംനെസ് പോലെയാണ്. പോയിട്ട് രണ്ടിനെയും ഹാൻഡിക്യാപ്പായിട്ട് കാണുന്നില്ല. ലെയിംനെസ് എന്ന് പറയുന്ന പോയിട്ട് എന്താ പറയുന്നത്? വാക്കിനും പ്രവൃത്തിക്കും ഇടയിലുള്ള സൈലൻസ് ആണ്. അതുപോലെ വാക്കിനും അതിൻ്റെ അർത്ഥത്തിനും ഇടയിലുള്ള നിശബ്ദതയാണ് എന്ത്? സ്റ്റാമർ, വിക്ക് എന്ന് പറയുന്നത്. Then listen to next stanza. In this third stanza, poet asks some questions. Did stammer precede language or succeed it? Is it only a dialect or a language itself? These questions make the linguist stammer. പോയിട്ട് എന്താ പറയുന്നത്? ഡിഡ് സ്റ്റാമർ പ്രസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ് ഇറ്റ്? ഭാഷയ്ക്ക് മുൻപാണോ സ്റ്റാമർ ഉണ്ടായത്, അതോ ഭാഷയ്ക്ക് പിറകെയാണോ, ഭാഷ വന്നിട്ടാണോ സ്റ്റാമർ ഉണ്ടായത്? രണ്ട് ക്വസ്റ്റനാണ് ചോദിക്കുന്നത്. അതായത് ഓൾറെഡി സ്റ്റാമർ ഉണ്ടായി പിന്നെ ഭാഷ വന്നതാണോ, അതോ ഭാഷ ഉണ്ടായതിന് ശേഷമാണോ സ്റ്റാമർ വന്നത്? ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്റ്റ്? അതൊരു ഡയലക്റ്റ് മാത്രമാണോ? എന്താ ഡയലക്റ്റ് എന്ന് പറയുന്നത്? ഒരു പ്രദേശത്തെ ആളുകൾ സംസാരിക്കുന്ന ഭാഷയ്ക്കാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കേരളത്തിൽ എല്ലാവരും മലയാളം സംസാരിക്കുന്നു. പക്ഷെ ഓരോ ജില്ലയിലുള്ള ആളുകളും സംസാരിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. ചില വേർഡ്സിന് എന്ത് ചെയ്യും? മാറ്റങ്ങളുണ്ട്. ഇതുപോലെയുള്ള ഭാഷയിലെ വേരിയേഷനാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പോയിട്ട് ചോദിക്കുന്നത് എന്താ? സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു ഡയലക്റ്റ് മാത്രമാണോ, അതൊരു ഭാഷ തന്നെയാണോ? ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റിക് സ്റ്റാമർ. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്ത് ചെയ്യും? ലിംഗ്വിസ്റ്റ്. അദ്ദേഹത്തിനും സ്റ്റാമർ വരും. അപ്പോൾ ഇവിടെ പോയിട്ട് എന്താണ്? സർക്കാസം യൂസ് ചെയ്യണം അല്ലേ? എന്താ പറയുന്നത്? ഉത്തരം കിട്ടാത്തപ്പോഴാണ് സ്റ്റാമർ ചെയ്യുക. അപ്പോൾ പോയിട്ട് പറയണത് ഇതിനൊന്നും ആൻസർ കിട്ടൂല. അതായത് ഭാഷയ്ക്ക് മുൻപാണോ സ്റ്റാമർ ഉണ്ടായത്, ഭാഷയ്ക്ക് ശേഷമാണോ, അതോ സ്റ്റാമർ എന്ന് പറയുന്ന ഒരു ഡയലക്റ്റ് ആണോ, അതോ ഒരു ഭാഷ തന്നെയാണോ? Then listen to next stanza. Each time we stammer, we are offering a sacrifice to the god of meanings. When a whole people stammer, stammer becomes their mother tongue, just as it is with us now. നെക്സ്റ്റ് പോയിട്ട് എന്താ പറയുന്നത്? ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ് അല്ലേ? ഈച്ച് ടൈം നമ്മൾ ഓരോ തവണ സ്റ്റാമർ ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഗോഡ് ഓഫ് മീനിങ്സ് അല്ലേ? മീനിങ്സിൻ്റെ ദേവന്, അർത്ഥത്തിൻ്റെ ദേവന് എന്ത് കൊടുക്കുകയാണ്? ഒരു സാക്രിഫൈസ് കൊടുക്കുകയാണ്. വെൻ എ വോൾ പീപ്പിൾ സ്റ്റാമർ, പിന്നെ പോയിട്ട് പറയുന്നത് എന്താ? ഒരു സ്ഥലത്തെ എല്ലാ ആളുകളും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റാമർ ബിക്കംസ് ദെയർ മദർ ടങ്. സ്റ്റാമർ എന്താവും? അവരുടെ മാതൃഭാഷയാവും. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് അസ് വിത്ത് നൗ, ഇന്ന് നമ്മുടെ കൂടെയുള്ള പോലെ. അതായത് എന്താ? കേരളത്തിലുള്ള എല്ലാവരും ഒരേ ഭാഷ സംസാരിച്ചപ്പോൾ മലയാളം എന്നുള്ള ഭാഷ വന്നു. ആ ഭാഷ കേരളത്തിലെ ആളുകളുടെ മാതൃഭാഷയായി. അപ്പുറത്ത് തമിഴ്നാട്ടിലുള്ള ആളുകളൊക്കെ ഒരു ഭാഷ സംസാരിച്ചു, അതിനവർ പേര് കൊടുത്തു തമിഴ് അല്ലേ? അപ്പോൾ തമിഴ് എന്തായി? അവരുടെ മാതൃഭാഷയായി. ഇതുപോലെ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റാമർ ബിക്കംസ് ദെയർ മദർ ടങ് അല്ലേ? സ്റ്റാമർ അവരുടെ മദർ ടങ് ആവും. ആ നാട്ടിൽ പോയാൽ നമ്മളും അങ്ങനെ സംസാരിക്കേണ്ടി വരും, വിക്കി സംസാരിക്കേണ്ടി വരും. അതാണ് പോയിട്ട് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. സ്റ്റാമർ ഒരു ഹാൻഡിക്യാപ്പ് അല്ല, അതൊരു തരത്തിലുള്ള സംസാരമാണ്. ദെൻ ലിസൺ ടു ലാസ്റ്റ് സ്റ്റാൻസ. ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ അല്ലേ? ലാസ്റ്റ് എന്താ പറയുന്നത്? ലാസ്റ്റ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ്. ദൈവവും സ്റ്റാമർ ചെയ്തിട്ടുണ്ടാവും. എപ്പോഴേ? വെൻ ഹി ക്രിയേറ്റഡ് മാൻ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ. ദാറ്റ് ഈസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്സ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആളുകൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് വ്യത്യസ്ത മീനിങ്ങുകൾ വന്ന്, അർത്ഥങ്ങൾ വന്നത്. അതെന്തുകൊണ്ടാണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവവും സ്റ്റാമർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പോയിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് വൈ എവറിഥിങ് ഹി അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രേയേഴ്സ് ടു ഹിസ് കമാൻഡ് സ്റ്റാമേഴ്സ് ലൈക്ക് പോയിട്രി. ലാസ്റ്റ് പോയിട്ട് പറയാണ്, അതുകൊണ്ടാണ് മനുഷ്യൻ അവൻ്റെ പ്രാർത്ഥനയിലും സ്റ്റാമർ ചെയ്യുന്നത്. എന്തുപോലെ? പോയിട്രിയെ പോലെ. അപ്പോൾ ഇവിടെ പോയിട്ട് ലാസ്റ്റ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? പോയിട്രിയും ഒരു തരത്തിലുള്ള സ്റ്റാമറിങ് ആണ് അല്ലേ? അപ്പോൾ ഈ പോയിത്തിന് ഒരുപാട് ഇൻഡയറക്റ്റ് മീനിങ് ഉണ്ട്. അതായത് എന്താ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിൻ്റ് എന്താ? ഏതൊരു കാര്യത്തിനെയും നമുക്ക് രണ്ട് പേഴ്സ്പെക്റ്റീവിൽ, ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ കാണാം, വ്യത്യസ്ത കാഴ്ചപ്പാടിൽ കാണാം. ഓക്കെ. രണ്ടാമത്തേത് എന്താ? പോയിട്രിയും സ്റ്റാമറാണ്. പോയിട്രിയും ഇതുപോലെയാണ്, ഒരു തരത്തിലുള്ള സ്റ്റാമറിങ് ആണ്. പിന്നെന്താ പറയുന്നത്? സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്, അതൊരു വൈകല്യമല്ല.
ഒരു സ്ഥലത്തെ മുഴുവൻ ആളുകളും സ്റ്റാമർ ചെയ്യും, എന്ത് ചെയ്യും? സ്റ്റാമർ ബിക്കംസ് ദെയർ മദർ ടങ്. അതായത് അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടവരല്ല, മാർജിനലൈസ് ചെയ്യേണ്ടവരല്ല. ദാറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. അതൊരു തരത്തിലുള്ള സംസാരമാണ് എന്നാണ് ഈ പോയത്തിൽ സച്ചിദാനന്ദൻ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ പോയത്തിലുള്ളത്. ദെൻ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടത്താം. താങ്ക് യു.